ഹായ് ഗായ്സ്, നമസ്കാരം. അപ്പം സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അടുത്ത പ്ലാനിങ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വെച്ച് ടേബിളിൽ വെച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ ഇന്നലെ. വരുണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവനോട് ഇവൾക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് അവന് ഭയങ്കര ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. അവന് ഇവരെ ഇന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലാനൊക്കെ പോവുകയാണ്. അപ്പം നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും രാധികയും കൂടി അവനെ പിടിച്ച് വെക്കുകയാണ്. വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വെക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കൊല്ലടാ, നിനക്ക് ഞങ്ങളെ കൊല്ലല്ല വേണ്ടി, ഞങ്ങൾ രണ്ടുപേരും കൊല്ലടാ, നിൻ്റെ കുടുംബക്കാരൊക്കെ ഇതാ ഇവിടെ മുന്നിൽ തന്നെ നിൽക്കുന്നത്, അവരെ മുന്നിൽ തന്നെ കൊല്ലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒരു വരുണിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരുണിനെ നമ്മുടെ മുത്തശ്ശിയും രാധികയും കൂടി ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം സുകുമാരി മുത്തശ്ശി പോയിട്ട് അവൻ്റെ താടിക്കൊക്കെ ഇങ്ങനെ തോണ്ടിയിട്ട് പറയണേ, എന്താടാ നിന്നെ കൈ പൊങ്ങുന്നില്ലേ, നിങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരെയും മേലെ ഒന്ന് കൈ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അകത്തിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ ജയിലിലടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഭീഷണിപ്പെടുത്തുന്ന അതേ രീതിയിൽ തന്നെ അവനോട് ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൻ അതൊന്നും കേൾക്കുന്നില്ല. ഇവന് വീണ്ടും അവിടെ അങ്ങനെ തല്ലാനൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഇവൻ മുറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി വീണ്ടും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ നീ പുറം ലോകം കാണില്ല, ആ ജയിലിൽ ഇടിഞ്ഞ് വീണാലും നീ ഇവിടെ വെളിച്ചം കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വരുണ് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ രണ്ടാളും ഇങ്ങനെ പിടിച്ച് വെച്ചിരുന്നുണ്ട്. ഓനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിങ്ങനെ ഇളകുന്നൊക്കെ ഉണ്ട്. പക്ഷേ സുകുമാരി മുത്തശ്ശി വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താടാ നിൻ്റെ ചങ്കൂറ്റൊക്കെ തകർന്നു പോയാൽ കൊല്ലടാ, കൊല്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വരുണ് പറയുന്നുണ്ട്, രാധിക എന്നെ ഒന്ന് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുണിങ്ങനെ ഭയങ്കര പ്രഷറായി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് രാധിക പിടിയൊക്കെ വിട്ടിട്ട് അവിടെ ഒരു റാക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു കത്തിയൊക്കെ ഉണ്ട് എടുക്കുകയാണ്. എന്നിട്ട് നേരെ മുത്തശ്ശീൻ്റെ അടുത്താണ്ട് ചൂണ്ടിയിട്ട് പറയാണ്, വരുണല്ല ഞാനാണ് നിങ്ങളെ കൊല്ലാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക മുത്തശ്ശിനെ അങ്ങനെ ഭീഷണിപ്പെടുത്താൻ തിരിച്ചും അങ്ങോട്ടും കൊടുക്കുകയാണ്. രാധിക ഉള്ള ധൈര്യത്തിൽ നേരെ ആ കത്തിയും കൊണ്ട് നേരെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് കഴുത്തിനെ അങ്ങോട്ട് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിന്. എന്നെ ദ്രോഹിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ ബുദ്ധിയൊക്കെ കിട്ടുന്നത്, ആ ചിന്ത തലയിലുള്ളതുകൊണ്ടല്ല നിങ്ങൾ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ആ കത്തി കഴുത്തിൽ വെച്ചതുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഇതങ്ങ് വെട്ടിയാൽ തീർന്നല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കത്തി കഴുത്തിൻ്റെ അടുത്ത് കണ്ട് വെക്കുകയാണ്. അപ്പം മുത്തശ്ശി ആകെ പേടിച്ചിങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ പ്രിയങ്കയാണെങ്കിൽ അവളും ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ രാധിക പറയുന്നുണ്ട്, ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവാണ് വരുണ്, എൻ്റെ സ്വന്തം ഭർത്താവ്, എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്. അവനെ എങ്ങാനും ഇനി ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിയോണ്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കൊണ്ടുവരാണ് കഴുത്തിൻ്റെ. ആ മുത്തശ്ശി അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പേടിച്ചിട്ടുണ്ട്. കാരണം കത്തി കഴുത്ത് തന്നെ കിടക്കാണ്. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ജയില്, അവിടെ പോയി ഞാൻ കിടന്നോളാം എന്നൊക്കെ ഇങ്ങനെ രാധിക ദേഷ്യപ്പെട്ട് മുത്തശ്ശിനോട് സംസാരിക്കുകയാണ്. ജയിലിലൊക്കെ ഞാൻ കുറ്റവാളിയായിക്കാരം, പക്ഷെ നിങ്ങളറിയുന്ന ഒരാളെ മുന്നിൽ ഞാൻ കുറ്റവാളിയാകൂല. നിങ്ങൾക്കൊക്കെ ഒരു 8-10 പ്രാവശ്യം ചാവാനുള്ള ദുഷ്ടതൊക്കെ നിങ്ങളെ ഉള്ളിലുണ്ട്. എന്താ മുത്തശ്ശി ഇതൊന്നും ഞാൻ നിങ്ങളുടെ കഴുത്തിലൂടെ ഒന്ന് കയറ്റി തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലമായിട്ട് ആ കഴുത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ഇവളിങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മുത്തശ്ശി ആകെ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ കത്തി ഒന്ന് താഴെ ഇടടി, മുത്തശ്ശിക്ക് ഭയങ്കര പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല കരയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ, മുത്തശ്ശിയുടെ കഴുത്തിലുള്ള ഈ ഞരമ്പുണ്ടല്ലോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോണ്ടി, പിന്നെ എന്നെങ്കിലും എന്നെ ഒന്ന് പരീക്ഷിച്ചാൽ ഞാൻ ഈ ഞരമ്പുണ്ടല്ലോ അതങ്ങോട്ട് വെട്ടി മാറ്റി കളയും എന്നൊക്കെ പറയാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനോട് പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് മുത്തശ്ശി വേഗം ഓടി ആ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ്. ആ ഒരു കവർ എടുത്തിട്ട് ആ ബേക്കറി സാധനങ്ങൾ മുഴുവൻ ആ കവർക്ക് തട്ടിയിട്ട് വേഗം അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ പ്രിയങ്ക ഒന്നും ചെയ്യാതെ അവിടെ കസാലയിൽ നല്ല അടങ്ങി നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് ദേഷ്യം പറയുന്നുണ്ട്, ഇടി ഒന്ന് എന്നെ സഹായിക്കടി, ഈ ബേക്കറിയൊക്കെ നീക്കി കവറിലിടാൻ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ നീക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് വേഗം പാക്കാക്കി ഓടാൻ നിൽക്കുമ്പോൾ ഉണ്ടാകും പ്രിയങ്ക വീണ്ടും അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മുത്തശ്ശി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്, വേഗം ഇങ്ങോട്ട് ഓടി, കൊല്ലാൻ നിൽക്കുന്നവരുടെ മുന്നിൽ തന്നെ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിടിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് ഓടി സ്ഥലം വിടുകയാണ്.
അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജയഭാരതി മുത്തശ്ശിയുടെയും പത്മിനിയുടെയും വരുണിൻ്റെയും മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നേരെ നോക്കുന്ന നമ്മുടെ കൽപ്പനയും ഉർവശിയും അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം നേരെ നമ്മുടെ രാധിക ആ കത്തി എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് നമ്മുടെ കൽപ്പനയോട് പറയാണ്, എന്താ ഏടത്തിക്ക് ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ വേഗം വിട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവർ നേരെ അവിടെ നിന്ന് സ്കൂട്ടാവാണ്. ആ സമയത്ത് നമ്മുടെ ജയഭാരതി മുത്തശ്ശി നന്നായിട്ട് ചിരിച്ച് കൈ കൊട്ടി അവളെങ്ങനെ പ്രോത്സാഹിപ്പിക്കല്ല, അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി അറിയണ്ടേ, എൻ്റെ പൊന്നു മോളെ അടിപൊളിയായി. കാരണം നീ കൈ പൊക്കിയാൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ വരുണ് കൈ പൊക്കിയാലല്ല കുഴപ്പം. നിനക്ക് നിൻ്റെ മുത്തശ്ശിനെയും അനിയത്തിനെയും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. പക്ഷെ വരുണിനല്ല കുഴപ്പമുള്ളൂ, അതിനല്ല കേസ് വരുന്നത് വേറെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പത്മിനി നേരെ അവളെ അടുത്തിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മോളെ നിനക്ക് ഇവിടുന്ന് ഇത്രയും ധൈര്യമൊക്കെ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രാധിക നേരെ വരുണിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്, പക്ഷെ അതിന് വേണ്ടി ഞാൻ കൊല്ലാൻ പറയുന്നവരെ ഒക്കെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇനി മതി, പോകേണ്ടവരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയിക്കണ് എന്നൊക്കെ അങ്ങനെ തമാശ രൂപേണ ഇങ്ങനെ പറയാണ്. അപ്പം ജയഭാരതി മുത്തശ്ശിക്ക് ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നത് അവളുടെ ഒരു ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കലിപ്പ് മൊത്തം നമ്മുടെ മുത്തശ്ശിയുടെ ഫേസിൽ കാണിക്കുന്നുണ്ട്. മിക്കവാറും സുകുമാരിയുടെ അടക്കത്തിൻ്റെ ചടങ്ങും ഈ കുടുംബത്തിൽ തന്നെ ഇക്കാരം നടക്കുക എന്നൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ പത്മിനി ഇങ്ങനെ ചിരിക്കുകയാണ്. പിന്നെ സുകുമാരി മുത്തശ്ശി നേരെ ഗൗതമിന് ഫോൺ ചെയ്യുന്നൊക്കെ ഉണ്ട്. അവൻ ഗൗതം ഫോൺ എടുത്തിട്ട്, ഹലോ സുകുമാരി മുത്തശ്ശി, സുഖമാണോ, എങ്ങനെയുണ്ട് കണിമംഗലത്ത് എന്നൊക്കെ പറയുമ്പോൾ, സുഖമാണോ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി, ഓ എന്ത് സുഖമാടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ഗൗതം പറയുന്നുണ്ട്, ഞാൻ കേട്ടത് നിങ്ങൾ കണിമംഗലത്തുള്ളവരൊക്കെ നന്നായിട്ട് ചവിട്ടി മെതിക്കുകയാണെന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. മുത്തശ്ശി പറയാണ്, ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നത്, പക്ഷേ ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് പൂർത്തിയാകുന്നില്ല. ആ ഭാരതിയും രാധികയും കൂടി എല്ലാത്തിനും തടസ്സം നിൽക്കാടാന്നൊക്കെ അങ്ങനെ ഗൗതമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഗൗതം പറയുന്നുണ്ട്, ആ സുകുമാരി മുത്തശ്ശി ആൾ അല്പം ഒരു പെശകാണ്, കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഐറ്റാണ് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പം സുകുമാരി അറിയുന്നുണ്ട്, അതിനെന്താ രാധിക അത്രയ്ക്ക് മോശമാണോ, ഇപ്പം തന്നെ അവളിൻ്റെ കഴുത്തിലൊക്കെ കത്തി വെച്ചാണ്ടാണ് പ്രകടനം നടത്തിയത് എന്നൊക്കെ ഇങ്ങനെ ഗൗതമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ എൻ്റെ മോനെ, എൻ്റെ ശരീരം മൊത്തം അങ്ങ് വിറച്ചു എന്നൊക്കെ ഇങ്ങനെ സുകുമാരി ഇങ്ങനെ പറയാണ്. പക്ഷെ ഗൗതം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി ഇത്, ഞങ്ങൾ വിചാരിച്ചത് മുത്തശ്ശിയും ആ പ്രിയങ്കയും കൂടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രാധികനെ അവിടുന്ന് പുറത്താക്കി പ്രിയങ്ക വരുണിനെ കല്യാണം കഴിക്കുന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ മുത്തശ്ശീനെ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ശരിയുണ്ട്, എന്താടാ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിനും മുത്തശ്ശിക്ക് നല്ല സപ്പോർട്ടായിട്ട് അവിടെ പ്രിയങ്കയും അമ്മയൊക്കെ ഇല്ലേ, പ്രിയങ്ക അല്ല കൽപ്പനയും അമ്മയൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി അറിയണ, രണ്ട് പെരട്ട തടിച്ചികൾ ഒരു കാര്യത്തിനും ഒന്നിനും പറ്റത്തില്ല, അവർക്കൊക്കെ എന്തെങ്കിലും പറയാൻ ഭയങ്കര പേടിയാടാന്നൊക്കെ ഇങ്ങനെ അവനോട് പറയാണ്. അല്ലായിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും തല എറിഞ്ഞ് ഞാൻ നിലത്തിട്ടേനെ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, മുത്തശ്ശി ഇതൊന്നും പറഞ്ഞു കണ്ട് ഇങ്ങനെ തളരല്ലേ, ഉള്ള കാര്യം പറയല്ലേ, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മുത്തശ്ശിമാരെല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധി മുത്തശ്ശിക്കാണെന്ന് നമ്മുടെ കൽപ്പനയും ഉർവശിയും പറയുന്ന അതേ ട്രിക്കിൽ തന്നെയാണ് ഇവിടെ ഗൗതമും സംസാരിക്കുന്നത്. ഭയങ്കര സോപ്പിട്ട് ഇങ്ങനെ മുത്തശ്ശിനെ ഇങ്ങനെ പൊക്കി അടിക്കണ്. പിന്നൊരു കാര്യം, നമ്മുടെ അപ്പുറം നിൽക്കുന്ന ആൾക്കാരുടെ ചങ്കി കൊള്ളുന്ന പോലെ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ശേഷി അത് മുത്തശ്ശിക്കുണ്ട്. അതൊക്കെ ഒരു നിസ്സാര കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണ്. മുത്തശ്ശി ഒരു കാര്യത്തിനും പേടിക്കണ്ട, മുത്തശ്ശി ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്തു, കാരണം പുറത്ത് ഞാനും CHR എല്ലാം ഉണ്ട് മുത്തശ്ശിക്ക് സപ്പോർട്ടായിട്ട്, അകത്താണെങ്കിൽ പ്രിയങ്കയും ഉർവശിയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു വിധത്തിലും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ. ഗൗതം പറയുന്നുണ്ട്, എല്ലാവരും ചേർന്ന് നമ്മൾ വലിയ പട തന്നെ ഉണ്ട്, അപ്പം കണിമംഗലത്തിന് തകർക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം മുന്നിൽ നിൽക്കേണ്ട മുത്തശ്ശിയാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനെന്തായാലും വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, വന്ന കാര്യം സാധിക്കാതെ ഈ സുകുമാരി ഈ കണിമംഗലത്ത് നിന്ന് ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗൗതമിനോട് ഇങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ്. അഥവാ ഇനി ഈ കണിമംഗലത്തുകാരെങ്ങാനും സുകുമാരനെ ഇറക്കി വിടണമെന്ന് തീരുമാനിച്ചാൽ ഈ കണിമംഗലം നിന്ന് കത്തുന്നത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരി വീണ്ടും ഇങ്ങനെ പ്രഷറിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഇതാണ് മുത്തശ്ശി, ഈ ഒരു എനർജിയാണ് വേണ്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി പറയുന്നുണ്ട്, എന്നാൽ മോനെ നീ ഫോൺ വെച്ചാൽ ഞാനേ എൻ്റെ കഴുത്തിൽ കത്തി വെച്ചവൾക്കേ അടുത്തത് എന്താ പണി കൊടുക്കണ്ടേ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇപ്പം നീ ഫോൺ വെക്കുക എന്നൊക്കെ അങ്ങനെ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്.
എന്നിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ പകയോടെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി അടുത്ത പണി രാധികയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഗൗതം ഓപ്പോസിറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, പേടിച്ചിറണ്ട, ആ തള്ള അവിടെ നിന്ന് ഇറങ്ങാതെ നിന്നാൽ മതിയായിരുന്നു. നല്ലൊരായുധമാണ് കയ്യിലുള്ളത്. അതും ആ കണിമംഗലത്തുകാരെ പേടിപ്പിച്ച് നിർത്താനല്ലേ. എന്തായാലും പ്രിയങ്കയുടെ ഗർഭം അവർ നന്നായിട്ട് യൂസ് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഗൗതം വെറുതെ ആ തള്ളനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. സുകുമാരിക്ക് ഈ കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. സുകുമാരി നന്നായി പൊക്കി അടിച്ചപ്പോൾ നല്ല എനർജിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുമുണ്ട്. പിന്നെ നമ്മുടെ രാധികയും വരുണും ഇങ്ങനെ കട്ടിൽ ഇരിക്കുന്നുമുണ്ട്. നമ്മുടെ ജയഭാരതി മുത്തശ്ശി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം എന്തോ മുത്തശ്ശി പറയാൻ നിൽക്കുകയാണ്. ഇവർക്ക് രണ്ടുപേരും ഇങ്ങനെ മുത്തശ്ശി പറയുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശീനോട് വരുണ് പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഒന്ന് പറ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ പറയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ആലോചിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി നേരെ രാധികനോട് പറയുന്നുണ്ട്, എടി മോളെ, നിങ്ങളുടെ നാട്ടിലേക്ക് ഈ പലഹാരം കൊടുക്കുന്ന ചടങ്ങ് എത്ര മാസത്തിലാണ് തുടങ്ങൽ എന്നൊക്കെ ചോദിക്കണേ. അപ്പം നമ്മുടെ രാധിക പറയുന്നുണ്ട്, അത് 7-ാം മാസത്തിലല്ലേ എന്നൊക്കെ പറയണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പൊതുവേ 7-ാം മാസത്തിലാണ് ഞാൻ കണ്ടത്, പക്ഷെ നിങ്ങളുടെ ചടങ്ങ് കുറച്ച് വ്യത്യസ്തമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഇപ്പോഴും അതൊന്നും വിട്ടിയില്ലേ എന്നൊക്കെ അങ്ങനെ പറയണേ. ആ തള്ളക്ക് ഭ്രാന്താണ്. അത് ഓരോന്നും ഇങ്ങനെ ചെയ്തു കൂട്ടുകയാണ് നമ്മളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രിയങ്കയ്ക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുകയാണോ, അതൊക്കെ അവരുടെ ഓരോ ട്രിക്കല്ലേ എന്നൊക്കെ അങ്ങനെ പറയാണ്. അവർക്ക് ആകെ ഒരു ഉദ്ദേശമുള്ളത്, ഒന്ന് എന്നെ നാണം കെടുത്തണം, രണ്ടാമത്തത് കണിമംഗലത്തിന് നാണം കെടുത്തണം. നാണം കെടുത്താനുള്ള പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പ്രിയങ്കയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വരുണ്. അപ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി രേഖയുണ്ട്, അതൊക്കെ മനസ്സിലായതാണ്. പക്ഷേ സുകുമാരി ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് പ്രിയങ്കയ്ക്ക് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. കാരണം അവൾക്ക് 7-ാം മാസമൊന്നും ആയിട്ടില്ലല്ലോ. സുകുമാരി മുത്തശ്ശി അല്ല, ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, പൊതുവേ ഈ ഗർഭിണികളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെ വെച്ച് ആരും കള്ളസത്യം പറയത്തില്ല. കാരണം അവർ ഗർഭിണികൾ ആയതുകൊണ്ട് ആരും അതിനൊന്നും മുതിരത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകളുടെ ക്രമങ്ങളൊന്നും തെറ്റിക്കത്തുമില്ല. ഇതൊക്കെ കുഞ്ഞിന് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നാണ് പണ്ടൊക്കെ കാരണവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ കഥകളൊക്കെ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 7-ാം മാസത്തിൽ ചെയ്യുന്ന ചടങ്ങുകൾ 3-ാം മാസത്തിൽ ചെയ്യുന്ന ദോഷം അല്ലേ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതേടി ദോഷം തന്നെയാണ്. പക്ഷേ സുകുമാരിയും നമ്മുടെ പ്രിയങ്കയും തമ്മിലുള്ളൊരു ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോൾ ആ സുകുമാരി എന്തായാലും പ്രിയങ്കയ്ക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി എന്താ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കണേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ഈ പ്രിയങ്കയ്ക്ക് ശരിക്കും ഗർഭം ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ അവർ തന്നെ നമുക്ക് ഓരോ സംശയം ഇട്ടുകൊണ്ട് തന്നിരിക്കുകയാണ്. നിനക്കെന്താ തോന്നുന്നത് മോളെ എന്നൊക്കെ രാധികനോട് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല രാധിക പറയാണ്, നമ്മളിത് വീണ്ടും മുന്നേ സംശയിച്ചതാണല്ലോ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും അവർക്ക് ഒരു ഡൗട്ട് വന്നിരിക്കുകയാണ്, ഇവളിനി ശരിക്കും പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നൊക്കെ. അപ്പോൾ വരുൺ അറിയണ്ട്, എൻ്റെ പൊന്നു മുത്തശ്ശി അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് മറ്റോ കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അതും പറഞ്ഞ് രണ്ടിനും ഇവിടുന്ന് അടിച്ചിറക്കാലോ എന്നൊക്കെ ഇങ്ങനെ വരുണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശിനോട് പറയാണ്. അപ്പം മുത്തശ്ശി അറിയുന്നുണ്ട്, എല്ലാവരും ആട്ടി ഓടിക്കുന്ന കാര്യമാണോ നീ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുമ്പോൾ വരുൺ അറിയുന്നുണ്ട്, ഞാൻ എന്തായാലും മാറി നിന്നോളെ, അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി കണ്ട് ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം മുത്തശ്ശി അറിയുന്നുണ്ട്, എടി മോളെ രാധികയെ, നമ്മൾ എന്തായാലും പ്രിയങ്കയുടെ പിന്നാലെ അങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. അവൾ ചെയ്യുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും കിട്ടാനില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സുകുമാരിനെയാണ്. സുകുമാരി ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി അവിടെ അതിൻ്റെ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് അവർ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത്, ഇതൊക്കെ എന്തായാലും നമ്മൾ നിരീക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ജയഭാരതി മുത്തശ്ശി പറയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, അപ്പം ചാരപ്പണിയല്ലേ എന്നൊക്കെ മുത്തശ്ശിനോട് പറയാണ്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ചാരപ്പണി എന്നൊക്കെ പറയാം, അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും രണ്ടിനെയും ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ മുത്തശ്ശി പറയാണ്. പിന്നെ മുത്തശ്ശി നേരെ വരുണിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ടടാ, ഇപ്പം പന്ത് നമ്മളെ കോട്ടിലാണ്, അതുകൊണ്ട് ദൈവം നമ്മളെ തലക്ക് മുകളിൽ തന്നെ ഉണ്ട്, നമുക്ക് കളി തുടങ്ങാമെന്നൊക്കെ ഇങ്ങനെ അവർ പറയാണ്. വരുൺ അറിയുന്നുണ്ട്, ഉണ്ണിയാർച്ചപ്പിനെ പോലെ ധൈര്യമുള്ളൊരു പെണ്ണും ഝാൻസി റാണിനെ പോലെ പൊരുതാൻ ഒരു ധൈര്യമുള്ള മുത്തശ്ശിയാണ്, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനെ സപ്പോർട്ട് ചെയ്ത് വരുൺ പറയാണ്. എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇനി ഇവർ അടുത്ത പ്ലാനിങ്ങിലേക്ക് പോവാണ്.
പ്രിയങ്കയുടെ ഗർഭം ശരിക്കുള്ളതാണോ എന്നുള്ള ഒരു അന്വേഷണമാണ്. പിന്നെ നമ്മുടെ ബെഞ്ചമിനും ആ എസ് ഐനെയും കാണിക്കുന്നുണ്ട്. ആ എസ് ഐ ബെഞ്ചമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ബെഞ്ചമിൻ താനെന്തിനാ എന്നെ തിരക്കി വന്നത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഇത് ഇത്ര വലിയ റിസ്ക്കാണ് എന്നെ തിരഞ്ഞു വന്നാലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ എസ് ഐ. ആ ACP തൻ്റെ കാര്യമാണെങ്കിൽ നന്നായിട്ട് അന്വേഷിക്കുന്നുമുണ്ട്. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും സർവീസിലേക്ക് കയറാനും നോക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ ആ SI ഇങ്ങനെ ആകുലതൊക്കെ പറയാണ്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, ആ ACPയുടെ അന്വേഷണം ഒന്നും ഒരിടത്തും എത്തത്തില്ല. അന്വേഷണമൊക്കെ ഇങ്ങനെ കുറേ നാൾ നീണ്ടു പോകും. ലാസ്റ്റ് തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് ആ അന്വേഷണമൊക്കെ അങ്ങനെ ക്ലോസ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിൻ അയാളോട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യത്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ അയാൾ SI പറയുന്നുണ്ട്, പണത്തിൻ്റെ കാര്യത്തിനാണെങ്കിൽ എന്തായാലും ചന്ദ്രശേഖരൻ പുറത്ത് ഇറങ്ങുന്നത് വരെ അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയാണ്. ആ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. കണിമംഗലത്ത് അവിടെ നിലവിലുണ്ടായിരുന്ന ഓഫീസർ റിട്ടയർഡാണ്. ആ പോസ്റ്റിലേക്ക് വേറെ ആൾക്കാരെ അവർ തേടുന്നുണ്ട്. അപ്പോൾ SI ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ നീ എല്ലാം നിർത്തിയിട്ട് ആ കണിമംഗലത്തിൻ്റെ പ്രൊമോഷൻ ഇറങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ അറിയണ്ടേ ആദ്യം ഒന്ന് ഈ എല്ലാം കേക്ക് സാറേ, ഞാൻ ആ ഒരു പോസ്റ്റിലേക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ അയക്കാൻ പോവാണ് എന്നൊക്കെ ബെഞ്ചമിൻ പറയുമ്പോൾ SI അറിയണ്ടേ എന്തിന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയാണ്, അങ്ങനെ ഞാൻ ആ പോസ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ വരുണിൻ്റെ നല്ലൊരു വിശ്വസ്തനാവാനേ പറ്റും. പിന്നെ എൻ്റെ കർത്തവ്യങ്ങൾക്കൊന്നും ഒട്ടും തടസ്സം ഉണ്ടാവില്ല, ഭയങ്കര ഈസി ആയിരിക്കും എന്നൊക്കെ ആ SIനോട് ഇയാൾ പറയാണ്. അപ്പോൾ SI അവനെ കളിയാക്കിയിട്ട് പറയാണ്, പണ്ടൊരു കൊക്കിനെ പിടിക്കുന്ന ഒരു കഥ ഉണ്ടായിരുന്നു. കൊക്കിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു പാടത്ത് കൊക്കിൻ്റെ തലയിൽ വെണ്ണ വെച്ചിട്ട് ആ വെയിലത്ത് വെക്കുക. അപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ ആ വെണ്ണ ഉരുകിയിട്ട് ആ കൊക്കിൻ്റെ കണ്ണിൽ വീഴുമ്പോൾ പിറകെ കൂടെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ബെഞ്ചമിനെ പരിഹസിക്കുകയാണ്. നിന്നെപ്പോലെ ഒരു വീടി മുന്നേ എപ്പോഴും ഉണ്ടായിക്കണമെന്നാണ് അതിനർത്ഥം ആ കഥക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇയാളിങ്ങനെ ചിരിക്കുകയാണ്. എടാ മണ്ട, നീ കണിമംഗലം അടിച്ചു വാരാൻ പോവാണ്, രാധികനെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുത്തിട്ട് എന്നൊക്കെ അവനോട് ചോദിക്കണേ. അപ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, എന്നോട് കണിമംഗലം ചന്ദ്രശേഖരൻ പറഞ്ഞത് രാധികനെ കൊല്ലുക എന്നുള്ള ഒറ്റ കൊട്ടേഷനല്ല, കണിമംഗലം തന്നെ തകർത്ത് എറിയുക എന്നുള്ളൊരു കൊട്ടേഷനാണ്. അതിന് ഇതിലും വലിയൊരു നല്ലൊരു മാർഗ്ഗം ഞാൻ വേറെ കാണുന്നില്ല. പിന്നെ മണ്ടൻ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ സാറേ. വരുണിനെ വിശ്വസ്തനായി അവൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. പിന്നെ കണിമംഗലം തകർന്നാലേ എൻ്റെ ദൗത്യം പൂർത്തിയാകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ എടുത്തത് എന്നൊക്കെ ഇങ്ങനെ ആ SIനോട് ബെഞ്ചമിന് പറയുകയാണ്. വരുണും രാധികയാണെങ്കിൽ ഇപ്പം നല്ല എൻ്റെ വിശ്വസ്തരാണ്, എന്നെ നല്ല വിശ്വാസമുണ്ട്, എൻ്റെ പ്രവർത്തികളൊക്കെ നന്നായിട്ട് നോക്കി നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ പോസ്റ്റിൽ അവർ എന്നെ പരിഗണിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്നൊക്കെ അങ്ങനെ ആ SIനോട് പറയുന്നുണ്ട് ബെഞ്ചമിന്. അപ്പോൾ SI പറയുന്നുണ്ട്, നീ പറയുന്നതിലും കാര്യമുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു വിരൽത്തുമ്പ് തെളിവെങ്കിലും നിനക്കെതിരെ വന്നാൽ പിന്നെ ചന്ദ്രശേഖരന് ജയിലിൽ നിന്ന് പുറത്തിറക്കണതിന് പകരം നിനക്ക് ചന്ദ്രശേഖരൻ്റെ കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ അങ്ങനെ അയാൾ പറയാണ്. അവൻ ബെഞ്ചമിൻ പറയാണ്, ജീവിതം തന്നെ ഒരു കളിയല്ലേ സാറേ, എനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ ജയിച്ചാൽ നേടാൻ എനിക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് അതേ കുറിച്ച് എനിക്കൊരു പേടിയില്ല എന്നൊക്കെ അങ്ങനെ ബെഞ്ചമിൻ പറയണേ. അതുകൊണ്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് അയക്കാൻ പോവുകയാണ്. ഇനി സാർ എന്നെ കാണുമ്പോൾ വേണമെങ്കിൽ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജറായിട്ടായിരിക്കും ഞാൻ, അതിൽ സാറിനി അത്ഭുതപ്പെടാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ SI ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് SI പോകുന്നൊക്കെ ഉണ്ട്. അവൻ ബെഞ്ചമിൻ ഇനി അടുത്തതായിട്ട് ആ ഗ്രൂപ്പിലേക്ക് മെല്ലെ കയറാനുള്ള പ്ലാനിങ് ആണ്. മിക്കവാറും വരുന്ന ഇവനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ മുത്തശ്ശിയും പ്രിയങ്കയും കൂടി റൂമിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. മുത്തശ്ശി അറിഞ്ഞിട്ട്, ഒരു കാര്യം പറഞ്ഞാൽ ഒരുത്തനും കേൾക്കാൻ സമയമില്ല, പിന്നെ നമ്മൾ വലിഞ്ഞു കയറി വന്നതല്ലേ, അതുകൊണ്ട് അത്രക്കൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, എന്താണ് മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അറിയുന്നുണ്ട്, എടി ഈ റൂമിലെ ബൾബ് ഇങ്ങോട്ട് നോക്കിയാൽ മിന്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക ഇന്നലെ തൊട്ട്, ഞാൻ ആ ബൾബൊന്ന് മാറ്റിയിട്ട് തരാമോ എന്നൊക്കെ ഇവറ്റകളോട് ചോദിച്ചിട്ട് എല്ലാ എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നാശങ്ങൾ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്. പ്രിയങ്ക അറിയണേ, എൻ്റെ മുത്തശ്ശി എന്തിനാ അവരെ കാല് പിടിക്കാൻ പോയത്, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തു തരല്ലേ, ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നേരെ ബൾബിടാൻ പോവാണ്. എന്നിട്ട് ഇവൾ ഒരു 2 മേശയൊക്കെ അടുക്കി വെച്ചിട്ട് ആ മേശപ്പുറത്തൊക്കെ കയറിയിട്ട് ബൾബൊക്കെ മാറ്റുകയാണ്. അടിയിൽ നിന്ന് മുത്തശ്ശി ഇങ്ങനെ അവളെ പിടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. മുത്തശ്ശി താഴെ വീയല്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ കെയർ ചെയ്ത് അവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവളെ ബൾബൊക്കെ ഇങ്ങനെ മാറ്റിയിടുകയാണ്. ആ സമയത്ത് നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവരെ റൂമിൻ്റെ മുന്നിലൂടെ അങ്ങനെ പോവാണ്. അപ്പോൾ ഡോറാണെങ്കിൽ കുറച്ച് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും ഇവർ 2 പേരും ഇങ്ങനെ ബൾബ് മാറ്റുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ അവൾ ബൾബ്
ഗർഭം മാറ്റുന്ന നോക്കി നിൽക്കുന്ന ഭാഗത്ത് തന്നെ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് ഏകദേശം ഡൗട്ടൊക്കെ വന്നിട്ടുണ്ട്. അവളെ ഗർഭത്തിലും ഡൗട്ട് വന്നിട്ടുണ്ട്, പിന്നെ അവളുടെ ഈ ഭ്രാന്തിലും ഡൗട്ട് ഏകദേശം വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ ഇവർക്കെതിരെയുള്ള ഫൈറ്റിലായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. ഓക്കെ, ബൈ.